നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന് എനിക്ക് ഏറെ ഇഷ്ടമാണ്. അവർക്ക് നല്ലത് മാത്രം വരട്ടെ. ആൽവരോ ആർബിലോവ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. പക്ഷേ നാളെ റയൽ മോശം കളി കളിക്കട്ടെ. ഹോസെ മൊറീഞ്ഞോ പറയുകയാണ്. റയലിൻ്റെ കോച്ചായിരുന്ന ഹോസെ മൊറീഞ്ഞോയുടെ ഇപ്പോഴത്തെ ടീമായ ബെൻഫിക്കയ്ക്കെതിരെയാണ് നാളെ റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിൽ അവസാന മത്സരം കളിക്കാൻ ഇറങ്ങുന്ന റയലിന് ഇപ്പോൾ ഏതാണ്ട് സ്ഥാനം ഭദ്രമാണ്. 7 കളി 15 പോയിന്റുമായിട്ട് UCL മൂന്നാം സ്ഥാനത്താണെങ്കിൽ ബെൻഫിക്കയുടെ സ്ഥിതി അതല്ല. 7 കളി 6 പോയിന്റുമായിട്ട് 29ാം സ്ഥാനത്താണ്. എങ്ങനെയെങ്കിലും പ്ലേ ഓഫ് പിടിക്കണമെങ്കിൽ, അതിനുള്ളൊരു സാധ്യതയെങ്കിലും നിലനിർത്തണമെങ്കിൽ അവർക്ക് റയലിനെ തോൽപ്പിച്ചേ പറ്റൂ. അത് സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്ത് തന്ത്രം വരെയും ഹോസെ മൊറീഞ്ഞോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. ഏതായാലും ഈ മത്സരത്തിനായിട്ടുള്ള റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മികച്ച സ്ക്വാഡ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൂപ്പർ താരങ്ങൾ വിനി ജൂനിയറും എംബാപ്പയും റോഡ്രിഗോയും ബെല്ലിംഗാമും ഒക്കെ ഉൾപ്പെടുന്ന മികച്ച സ്ക്വാഡ് തന്നെയാണ്. നമ്മൾ അവരുടെ സ്ക്വാഡിലേക്കൊന്ന് പോവുകയാണ്. ഗോൾ കീപ്പർമാരായിട്ട് കോർട്ടുവ, ലൂനിൻ, ഫ്രാൻ ഗോൺസാലസ് എന്നിവരാണുള്ളത്. ഡിഫൻസിൽ കർവാഹലും അലാബയും അസെൻസിയോയും കരേഡസും ഫ്രാൻ ഗാർഷിയും ഹൂയിസനും ഡിയേഗോ അഗ്വാഡോയുമാണുള്ളത്. മധ്യനിരയിലേക്ക് ബെല്ലിംഗാം, കമവിംഗ, വാൽവർദെ, ഷൂമനി, ആർദ ഗ്യൂളർ, സെബയോസ്, സെസ്ട്രോ എന്നിവരുണ്ട്. മുന്നേറ്റത്തിൽ വിനി ജൂനിയറും എംബാപ്പയും റോഡ്രിഗോയും ഗോൺസാലോയും ബ്രാഹിമും മസ്റ്റൻഡൂനോയും ഉണ്ട്. ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റൗണ്ട് ഓഫ് 16 അവർക്ക് നേരിട്ട് തന്നെ പിടിക്കാവുന്നതേ ഉള്ളൂ. പ്ലേ ഓഫിലേക്ക് വീഴാതെ മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. അതിന് നാളെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കണം. എവേ മത്സരമാണ്, അതിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ റയലിൻ്റെ ആരാധകർ. എന്നാൽ റയലിന് പണി കൊടുക്കാൻ ഒരുങ്ങി അവരുടെ മുൻ കോച്ച് ഹോസെ മൊറീഞ്ഞോയും. കാത്തിരിക്കാം നാളത്തെ സൂപ്പർ പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.